നുസ്രത്തിന്റെ ബാല്യം മറ്റുള്ളവരുടെ പോലെ ആയിരുന്നില്ല. അവൾ ചെറുപ്പത്തിൽ തന്നെ തനിച്ചായി. സ്വന്തം ഉമ്മയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുന്ന സുഖം, ഉപ്പാന്റെ കൈ പിടിച്ച് നഗരം ചുറ്റുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗം അവൾക്കുണ്ടായിരുന്നില്ല. 2 വയസ്സ് പ്രായമായപ്പോൾ തന്നെ അവളുടെ ഉപ്പയും ഉമ്മയും അവളെ തനിച്ചാക്കിപ്പോയി. പിന്നീട് അങ്ങോട്ട് ജീവിതം നൊമ്പരമുള്ളതായി മാറി. അവളുടെ ഉപ്പ ഒരു ചെറുകിട തൊഴിലാളിയായിരുന്നു. സമ്പത്തില്ല, പക്ഷേ സ്നേഹം നിറഞ്ഞ മനസ്സ്. ചിലർ പറയും അല്ലാഹു അവരുടെ എടങ്ങേറ് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ കൊണ്ടുപോയി എന്ന്. പക്ഷേ പാവം നുസ്രത്ത് തനിച്ചായി. ബാക്കിയുള്ള കാലം അവൾ അനാഥാലയത്തിലാണ് വളർന്നത്. അനാഥാലയം വെറും 4 മതിലുകളും ഒരു മേൽക്കൂരയുമായിരുന്നില്ല. അവിടെ സ്നേഹിക്കാൻ അറിയുന്ന കുറെ മനുഷ്യരുണ്ടായിരുന്നു. ഹാജിയാരും ഭാര്യ സുമയ്യയും വലിയ മനസ്സിന് ഉടമയുള്ളവരായിരുന്നു. സുമയ്യ നുസ്രത്തിനെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിച്ചത്. നുസ്രത്ത് സ്കൂളിലേക്ക് പോകുമായിരുന്നു. അവിടെ ചില കുട്ടികൾ അവളെ അനാഥ എന്ന് വിളിച്ച് കളിയാക്കും. ചിലർ അവളോട് ദയ കാണിക്കും. പക്ഷേ നുസ്രത്തിന് അതൊന്നും വിഷമിപ്പിച്ചിരുന്നില്ല. കാരണം അവൾക്ക് മനസ്സിലായിരുന്നു ജീവിതം ഓരോരുത്തർക്കും ഓരോ പോലെയാണെന്ന്. 18 വയസ്സായപ്പോൾ തന്നെ അവൾക്ക് കുറെ വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് നാഷിദ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു യുവാവ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നാഷിദ് ആദ്യമായി അനാഥാലയത്തിന്റെ കവാടം കടന്നു വരുമ്പോൾ അതൊരു സാധാരണ സന്ദർശനം ആയിരുന്നില്ല. അവൻ ഹാജിയാരുടെ അടുത്ത സുഹൃത്തായ ഹനീഫയുടെ മകനായിരുന്നു. നഗരത്തിൽ ഒരു ചെറിയ മൊബൈൽ സർവീസ് കട നടത്തുന്നു. ജീവിതം അത്ര സമ്പന്നമല്ലെങ്കിലും മനസ്സ് വലുതായിരുന്നു. എപ്പോഴും ചിരിച്ച് സംസാരിച്ച് മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ. ഹാജിയാർ സാധാരണ അതിഥികളെ പോലെയാണ് അവനെയും സ്വീകരിച്ചത്. എന്നാൽ നുസ്രത്ത് മുറ്റത്ത് നിന്ന് പൂക്കൾക്ക് വെള്ളമൊഴിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ ഒരുപാട് വാക്കുകൾ പറയാതെ തന്നെ ഒരു നിമിഷത്തിന്റെ ശാന്തത അവരിൽ നിറഞ്ഞു. ആ ശാന്തതയിൽ നാഷിദിന്റെ ഹൃദയം ഉറക്കെ ഇടിച്ചു. അതിൽ നിന്ന് പുറത്തു വരാൻ അവന് സമയമെടുത്തു. ഒരു ദിവസം അവൻ സുമയ്യയോട് അവളെ പറ്റി ചോദിച്ചു. സുമയ്യുമ്മ, ഈ പെൺകുട്ടി നുസ്രത്ത് അവളുടെ വിവാഹം കഴിഞ്ഞതാണോ? സുമയ്യ ഒരു നിമിഷം പുഞ്ചിരിച്ചു. പിന്നെ ഗൗരവമായി നോക്കി. മോനെ, അവൾ കുറെ വേദനകൾ അനുഭവിച്ചതാണ്. അവളെ ഭാര്യയായി സ്വീകരിക്കുന്നവൻ വലിയ ഹൃദയത്തിന് ഉടമയുള്ളവനായിരിക്കും. അതൊരു വലിയ പുണ്യമുള്ള കാര്യമാണെങ്കിലും അതൊരു പരീക്ഷണം കൂടിയാണ്. നാഷിദ് പറഞ്ഞു. എനിക്ക് വേദന എന്താണെന്നറിയാം, ഒറ്റപ്പെട്ട ജീവിതം എന്താണെന്നറിയാം. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ എനിക്ക് കഴിയില്ലേ? ഹാജിയാർ കുറച്ചു ദിവസം ആലോചിച്ചു. നുസ്രത്തിനോട് ഈ കാര്യം അവതരിപ്പിക്കാൻ അയാളൊന്ന് ഭയപ്പെട്ടു. നുസ്രത്ത് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ആരുടെയും ജീവിതത്തിൽ ഭാരമാകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹാജിയാർ ശാന്തമായി അവളോട് പറഞ്ഞു. കുഞ്ഞെ, ഭാരമാകുന്നത് പാപമല്ല, പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ജീവിതം. അവൾ സമ്മതിച്ചു. വിവാഹം വളരെ ലളിതമായിരുന്നു. നുസ്രത്തിന്റെ കണ്ണുകളിൽ ഭയത്തിനിടയിൽ ഒരു ചെറിയ പ്രതീക്ഷ കാണാമായിരുന്നു. പുതിയ വീട്ടിലെത്തിയ ആദ്യ രാത്രി നാഷിദ് അവളോട് വളരെ ശാന്തമായി പറഞ്ഞു. നിനക്കെന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ സംസാരിക്കണ്ട. പക്ഷേ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാനിവിടെ ഉണ്ടാകും. അവൾ തലയാട്ടി. നുസ്രത്തിന്റെ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് നടക്കുന്നത്. വീടെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം, അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാൾ. പക്ഷേ വിധിക്ക് അതിന്റെ വഴികൾ ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം നുസ്രത്ത് പുതിയ ജീവിതത്തിലേക്ക് പതുക്കെ ചേർന്നു തുടങ്ങി. നാഷിദിന്റെ വീട് ചെറുതാണെങ്കിലും സ്നേഹം നിറഞ്ഞിരുന്നു. ഓരോ പ്രഭാതവും പള്ളിയിൽ നിന്നുള്ള നമസ്കാരത്തിന്റെ വിളിയും അവളുടെ ഹൃദയത്തെ ശാന്തമാക്കി. നാഷിദ് ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവൾക്കായി എന്തെങ്കിലും കൊണ്ടുവരും. ആ വീട്ടിൽ ആദ്യമായി കേട്ടിരുന്ന ചിരി നുസ്രത്തിൻ്റെതായിരുന്നു. പലപ്പോഴും അവൾ അടുക്കളയിൽ നിന്ന് പച്ചക്കറി നുറുക്കുമ്പോൾ നാഷിദ് പിന്നിൽ നിന്ന് കളിയാക്കും. അവൾ ചിരിക്കും, ഒരു ചെറു ചിരി. ആ ചിരിയിൽ അവളുടെ മുഖം പ്രകാശിക്കും. ജീവിതം വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി എന്നൊരു ആശ്വാസം അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് അധികനാൾ നിലനിന്നില്ല. ഒരു മഴയുള്ള രാത്രി മൊബൈൽ കട അടക്കാൻ സമയം കഴിഞ്ഞിരുന്നു. നാഷിദിന് ഒരു ഉപഭോക്താവിന്റെ മൊബൈൽ തിരിച്ചു കൊടുക്കാനും ഉണ്ടായിരുന്നു. അവൻ നുസ്രത്തിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ വരാൻ വൈകും, വാതിൽ പൂട്ടി കിടന്നോളൂ. നുസ്രത്ത് ചായ വെച്ചിരുന്നു. മേശപ്പുറത്ത് ചെറിയ പാത്രത്തിൽ പഴവും. നിസ്കാരത്തിന് ശേഷം അവന്റെ വരവിനായി അവൾ കാത്തിരുന്നു. എന്നാൽ വാതിൽ തട്ടിയത് അവനായിരുന്നില്ല, ഗ്രാമത്തിലെ 2 ആളുകളായിരുന്നു.
നുസ്രത്തെ, നാഷിദിന് ബാക്കിയൊന്നും കേൾക്കാൻ അവൾക്കായില്ല. ഒരു വാഹനാപകടം. പെട്ടെന്ന് ആ രാത്രി നിശബ്ദമായി. അവളുടെ ശ്വാസം തന്നെ നിശ്ചലമായി. നുസ്രത്ത് അവനെ അവസാനമായി കണ്ടത് ആശുപത്രി മുറിയിൽ. അവളുടെ കൈകൾ തണുത്തുവിറച്ചു. നാഷിദിന്റെ മുഖം ശാന്തമായിരുന്നു. ഇനി പറയാനൊന്നുമില്ലാത്ത മുഖം, ഇനി കേൾക്കാൻ പറ്റാത്ത ശബ്ദം. അവൾ മനസ്സിൽ ചിന്തിച്ചു, അല്ലാഹുവേ, ഇവിടെ നിന്ന് ഞാൻ ഇനി എങ്ങോട്ടാ പോവുക? ദിവസങ്ങൾ കടന്നുപോയി. നുസ്രത്ത് തിരികെ അനാഥാലയത്തിലേക്ക് പോയില്ല. നാഷിദിന്റെ വീടുമായി അവൾ ബന്ധപ്പെട്ടു പോയിരുന്നു. അതായിരുന്നു നാഷിദിന്റെ ഉപ്പ. ഹനീഫ, എനിക്കെന്റെ മകനെ നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കിപ്പോൾ ഒരു മോളുണ്ട്. അതായിരുന്നു അയാൾ എല്ലാവരോടും പറഞ്ഞിരുന്നത്. പക്ഷേ ആളുകൾ അത് എളുപ്പത്തിൽ ഏറ്റെടുക്കില്ലെന്ന് അയാൾക്ക് അറിവില്ലായിരുന്നു. വിധിയും മനുഷ്യരുടെ നാവും ഒരേപോലെയാണല്ലോ. നാഷിദിന്റെ മരണത്തിന് ശേഷം 7 ദിവസം കഴിഞ്ഞു. ആളുകൾ വരികയും പോവുകയും ചെയ്തു. ഓരോ പ്രാർത്ഥനയിലും ഓരോ ആശ്വാസവാക്കിലും ഒരു നിമിഷത്തിന്റെ സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ മനുഷ്യൻ മറക്കുമല്ലോ. പക്ഷേ നുസ്രത്തിന് അങ്ങനെയായിരുന്നില്ല. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാഷിദ് അവളെ വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. വീട് ശാന്തതയിൽ മുങ്ങി. അവൾ കത്തുന്ന അടുപ്പിലെ പുകയിലേക്ക് നോക്കും. അവളുടെ ജീവിതം ആ കത്തുന്ന അടുപ്പുപോലെ പെട്ടെന്ന് ഇല്ലാതെയായി എന്നൊരു തോന്നൽ അവളുടെ മനസ്സിൽ വന്നു. നാഷിദിന്റെ ഉപ്പ ഹനീഫ അവളോട് പറഞ്ഞു, കുഞ്ഞെ, നമ്മൾ ജീവിക്കണം. അല്ലാഹു ഒരിക്കലും നമ്മളെ ഒറ്റക്കാക്കില്ല. ജനങ്ങൾ ആദ്യം അവരെ ബഹുമാനത്തോടെ നോക്കി. നുസ്രത്ത് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് എല്ലാവർക്കും ശരിയായി തോന്നി. അവൾ അനാഥയല്ലേ, അവൾ എവിടെ പോകാനാ? പക്ഷേ സമയം കടന്നുപോയപ്പോൾ വാക്കുകൾ മാറാൻ തുടങ്ങി. അവൾ ചെറിയ പെണ്ണല്ലേ, ഭർത്താവിന്റെ ഉപ്പയോടൊപ്പം ഒറ്റക്ക് ആ വീട്ടിൽ. പറയാൻ പാടില്ല, പക്ഷെ നമുക്കറിയാലോ, ഇതുപോലെ ഒരുമിച്ച് താമസിക്കുന്നത് ശരിയല്ല. ആ വാക്കുകൾ നുസ്രത്തിന്റെ ചെവിയിൽ എത്തി. അവൾ റോഡിലൂടെ നടക്കുമ്പോൾ സ്ത്രീകൾ അവളെ നോക്കി സംസാരിക്കാൻ തുടങ്ങി. കുട്ടികൾ പോലും അവളെ കാണുമ്പോൾ ചിരിച്ച് കളിയാക്കാൻ തുടങ്ങി. നുസ്രത്തിന് ഇതൊന്നും താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ നാഷിദിന്റെ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, ഞാൻ അനാഥാലയത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാനിവിടെ നിന്നാൽ നിങ്ങളുടെ മേൽ അവർക്കുള്ള സംശയം വർദ്ധിക്കും. ഹനീഫയുടെ കണ്ണുകൾ ഗൗരവമായി. അയാൾ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, കുഞ്ഞെ, ആളുകൾ പറഞ്ഞോട്ടെ. അവർ അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിൽ തെറ്റ് കണ്ടുപിടിക്കും. നീ പോകണ്ട ആവശ്യമില്ല. ഈ വീട് നിന്റേതും കൂടിയല്ലേ. ഈ വീടിന്മേൽ നിനക്കും അവകാശമുണ്ട്. പക്ഷേ ആൾക്കാരുടെ സംസാരം വർദ്ധിച്ചു. ഒരു ദിവസം ഹനീഫ നുസ്രത്തിനോട് പറഞ്ഞു, കുഞ്ഞെ, നീ വീണ്ടും വിവാഹം കഴിക്കണം. നുസ്രത്തിന്റെ ഹൃദയം മുറിഞ്ഞു. ഒരു തകർച്ചയുടെ ശബ്ദം. അവൾ ചിരിക്കാൻ പോലും മറന്നു. കണ്ണിലെ കണ്ണുനീർ ഉണങ്ങി. എനിക്ക് വീണ്ടും ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല ഉപ്പ, അവൾ പറഞ്ഞു. ഹനീഫ മന്ദഹസിച്ചു. കുഞ്ഞെ, നീ അവനെ സ്നേഹിക്കേണ്ടതില്ല. ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം മതി. ഹനീഫ ആ തീരുമാനമെടുത്തത് വളരെയധികം ആലോചിച്ചിട്ടാണ്. ഒരു പക്ഷേ നുസ്രത്ത് തന്റെ സ്വന്തം മകളെ പോലെയാണെന്ന് മനസ്സിൽ വിചാരിച്ചതുകൊണ്ടാകും അയാൾക്ക് തീരുമാനമെടുക്കാൻ ഇത്ര സമയമെടുത്തത്. ഒരു മകൾക്കായി രണ്ടാമത്തെ ജീവിതം ഒരുക്കുക എന്നത് പറയാൻ എളുപ്പമാണ്. ഒരു വൈകുന്നേരം നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഹനീഫ തന്റെ ഒരു പഴയ പരിചയക്കാരനെ കണ്ടു. അയാളുടെ മകൻ റഷീദ് നഗരത്തിൽ ഒരു മെക്കാനിക് വർക്ക്ഷോപ്പ് നടത്തുന്നു. ഒരു നല്ല മനസ്സിനുടമ. ഹനീഫയുടെ പരിചയക്കാരൻ നുസ്രത്തിന് ഒരു വിവാഹാലോചനയായിട്ടാണ് വന്നത്, സ്വന്തം മകനുമായിട്ടുള്ളത്. തിരിച്ചു വീട്ടിലേക്ക് നടക്കുമ്പോൾ ഹനീഫയുടെ ഹൃദയം വേഗത്തിലിടിച്ചു. വീട്ടിലെത്തി വിശ്രമിക്കുമ്പോൾ നുസ്രത്ത് ഒരു ചായക്കപ്പുമായി വന്നു. കുഞ്ഞെ, ഹനീഫ തുടങ്ങി, ജീവിതം നമ്മൾക്ക് വിധിച്ച വഴികളെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല. ചിലത് നമ്മൾ വലഞ്ഞു നടക്കുമ്പോഴാണ് മുന്നിൽ വെക്കപ്പെടുന്നത്. നുസ്രത്ത് തല താഴ്ത്തി. അവളുടെ മനസ്സിൽ ഇപ്പോഴും നാഷിദിന്റെ ഓർമ്മകളായിരുന്നു. അവന്റെ ചിരി, അവന്റെ ശബ്ദം. എന്നാൽ ആ കഥ അവസാനിച്ചിരുന്നു. അവൾക്ക് ജീവിക്കാൻ ഇനിയുമുണ്ടായിരുന്നു. ഉപ്പ, എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രം, അവൾ പറഞ്ഞു. എനിക്കറിയില്ല ഇനി എന്നെ കൊണ്ട് വേറൊരാളുടെ ഭാര്യയാകാൻ പറ്റുമോ എന്ന്. ഞാനതിൽ സന്തോഷം കണ്ടെത്തുമോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആരുടെയും ജീവിതത്തിൽ ദുരിതമാകാൻ ആഗ്രഹിക്കുന്നില്ല. ഹനീഫ പുഞ്ചിരിച്ചു. കുഞ്ഞെ,
നീ ആരുടെയും ജീവിതത്തിൽ ഒരു ദുരിതമാകുന്നില്ല. ഞാൻ നിന്നോട് ഒരു ജീവിതം കണ്ടെത്താൻ മാത്രമാണ് പറയുന്നത്. ഒരു സ്ത്രീക്ക് ജീവിക്കാനായി കൂട്ടിനൊരാൾ വേണം. അത് ജീവിതത്തിലെ ഒരാവശ്യമാണ്, അനാവശ്യമല്ല. നുസ്രത്ത് ഒന്നും മിണ്ടാതെ നിന്നു. അന്നത്തെ രാത്രി അവൾക്കുറങ്ങാനായില്ല. അവളുടെ കണ്ണീരിൽ നാഷിദിന്റെ ഓർമ്മയും ഭയവും ഭാവിയെക്കുറിച്ചുള്ള പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ റാഷിദിന് വിവരം ലഭിച്ചു. അവനതിൽ അതിശയിച്ചില്ല. അവന് നുസ്രത്തിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അവൻ പറഞ്ഞു, അവളെ മകളായി നോക്കുന്ന ഹനീഫ ഉപ്പയുടെ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അവൾക്ക് എത്ര സമയം വേണമെങ്കിലും അവൾ എടുത്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഒരു പുരുഷന്റെ ഇത്തരം വാക്കുകൾ ഒരു വിധവയായ പെൺകുട്ടിയുടെ ഹൃദയത്തിന് പുണ്യം പോലെ. അവൾ വിവാഹത്തിന് സമ്മതിച്ചു. അവളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ തുടക്കം വരികയായിരുന്നു. വിവാഹം നടന്നത് വളരെ ലളിതമായ രീതിയിലായിരുന്നു. റഷീദ് നുസ്രത്തിന്റെ മുഖത്തേക്ക് നേരെ നോക്കിയില്ല. അവൻ അവൾക്ക് വേണ്ട സമയം കൊടുത്തു. കാരണം അവൻ അറിയാമായിരുന്നു ചില വേദനകൾ സമയമെടുത്താലേ ശരിയാവുകയുള്ളൂ എന്ന്. പുതിയ വീട്ടിലെ ആദ്യ ദിവസം നുസ്രത്ത് അടുക്കളയുടെ ചുവരുകൾ നോക്കി. അവൾ മനസ്സിൽ ചിന്തിച്ചു, ഈ വീട്ടിൽ ഞാൻ ചിരിക്കുമോ എന്നുറപ്പില്ല, പക്ഷേ ഇനി ജീവിക്കാൻ തുടങ്ങണം. റാഷിദ് അടുക്കള വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അവൻ പുഞ്ചിരിച്ചു. നിനക്ക് അടുക്കളയിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് ചൂടുവെള്ളം തിളപ്പിക്കാനൊക്കെ അറിയാട്ടോ. അതൊരു കളിയാക്കലായിരുന്നുവെങ്കിലും അതിലൊരു കരുതലുണ്ടായിരുന്നു. നുസ്രത്ത് ആ ചെറിയ വാചകത്തിൽ അല്പം ശാന്തയായി. അവൾ ചായ വെച്ചു. അവരുടെ ആദ്യ സംഭാഷണം വളരെ ചെറിയ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. റാഷിദ് അവളെ ഒന്നിനും നിർബന്ധിച്ചില്ല. അവൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, അവൾക്ക് മിണ്ടാതെ ഇരിക്കണമെങ്കിൽ അതും ചെയ്യാം. അവൾക്ക് അവിടെ ഒരു ഭാരമായി തോന്നിയില്ല. കാലം കടന്നുപോയി. നുസ്രത്ത് വീണ്ടും ജീവിക്കാൻ തുടങ്ങി. ഹനീഫ അവളെ കാണാൻ പലപ്പോഴും വരുമായിരുന്നു. അതിനുശേഷം മടങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ സമാധാനമുണ്ടായിരുന്നു. കുഞ്ഞ് ജീവിക്കുന്നു, അത് മതി എന്നയാൾ മനസ്സിൽ വിചാരിക്കും. അയാൾ അള്ളാഹുവിനോട് നന്ദി പറയും. ഒരു സ്ത്രീ വീണ്ടും ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് ചെറിയ കാര്യമല്ല, അതൊരു വീണ്ടെടുക്കലാണ്. എന്നാൽ ലോകം ഒരിക്കലും നിശബ്ദമല്ല. ചില നിഴലുകൾ വീണ്ടും മടങ്ങി വരാൻ തുടങ്ങിയത് അടുത്ത ദിവസങ്ങളിലായിരുന്നു. ജീവിതം പതുക്കെ ശാന്തമാകുന്നുണ്ടായിരുന്നു. നുസ്രത്തിന്റെ ഹൃദയം വീണ്ടും സമാധാനം കണ്ടെത്താൻ പഠിച്ചുകൊണ്ടിരുന്നു. റഷീദ് ഓരോ ദിവസവും ജോലിക്ക് പോകും. വൈകുന്നേരം മടങ്ങി വരും. അവർ രണ്ടുപേരും ചെറിയ കാര്യങ്ങൾക്കായി സംസാരിക്കും. വീട് ശൂന്യമല്ലായിരുന്നു. മൗനത്തിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ ആളുകളുടെ സംസാരം ഒരിക്കലും നിർത്താനാവില്ലല്ലോ. ഒരു ദിവസം നുസ്രത്ത് നടക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ അവളെ ചൂണ്ടി സംസാരിക്കുന്നത് അവൾ കേട്ടു. ഇത് തന്നെയല്ലേ ആ പെൺകുട്ടി? അതെ, ആ വിധവ. ഭർത്താവിന്റെ ഉപ്പ തന്നെ വിവാഹം കഴിപ്പിച്ചു വിട്ടത്. കേട്ടോ, അതിന്റെ പിന്നിൽ എന്തൊക്കെ കാരണങ്ങളുണ്ടത്രേ. അവർ രണ്ടുപേരും ഒരേ വീട്ടിലല്ലേ താമസിച്ചിരുന്നത്. ഈ വാക്കുകൾ നുസ്രത്തിന് ഒരു കുത്തല് പോലെ തോന്നി. അവളുടെ കാലടികൾ തളർന്നു. വീട്ടിലെത്തിയപ്പോൾ അവളൊന്നും പറഞ്ഞില്ല. പക്ഷെ റഷീദിന് മനസ്സിലായിരുന്നു. എന്താണ് കാര്യം? റഷീദ് ചോദിച്ചു. അവൻ ഒരു ഗ്ലാസ് വെള്ളം അവളുടെ മുന്നിൽ വെച്ചു. അവളൊന്നും മിണ്ടിയില്ല. റഷീദ് പറഞ്ഞു, ആളുകൾ ഓരോന്ന് പറയും, നീ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ജീവിതം നീയാണ് ജീവിക്കേണ്ടത്. നുസ്രത്ത് നിശബ്ദമായി തലകുനിച്ചു. അവൾക്കറിയാം, അവൻ വാക്കുകളാൽ മാത്രമല്ല ആശ്വാസം നൽകുന്നത്, അവൻ അവളുടെ കൂടെ നിൽക്കുന്നുണ്ടെന്ന്. അതേ ദിവസം വൈകുന്നേരം ഹനീഫ അവരുടെ വീട്ടിലെത്തി. കുഞ്ഞെ, ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. നുസ്രത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഉപ്പ, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? ഹനീഫ അവളുടെ തലയിൽ കൈവച്ചു. ഇല്ല കുഞ്ഞെ, നീ എന്ത് പാപമാണ് ചെയ്തത്? പാപം പറയുന്നവരുടെ ഹൃദയത്തിലാണ്. നീ ഒന്നും തെളിയിക്കേണ്ടതില്ല. നീ ജീവിക്കുന്നതാണ് ശരിയായ ഉത്തരം. അവൾ കരഞ്ഞു. ആ രാത്രിയിൽ നുസ്രത്ത് ഒറ്റയ്ക്കിരുന്നു. ജീവിതം ഒരിക്കൽ പൂർണ്ണമായി നശിച്ചെങ്കിലും അള്ളാഹു അവൾക്കൊരു വഴി കൊടുത്തു. അവൾ മനസ്സിലാക്കി, നിഴൽ മടങ്ങിയാലും വെളിച്ചം വിട്ടുപോകില്ല എന്ന്. ചില ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ മുഴുവൻ ഒരു വാർത്ത പടർന്നുപോയി. അതിന്റെ ശബ്ദം ചെറുതായിരുന്നില്ല. അതിന്റെ വേരുകൾ വേദനയിലല്ല, സംശയത്തിലായിരുന്നു. ഒരു ദിവസം ഹനീഫ പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ രണ്ട് ആളുകൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വീട്ടിലെ കാര്യം നന്നായി പോകുന്നുണ്ടോ? മരുമകൾക്ക് രണ്ടാമത്തെ വിവാഹം കിട്ടിയത് നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ രണ്ടുപേരും പെട്ടേനെ. ശബ്ദം നിശ്ചലമായിരുന്നില്ല. അതിലൊരു കുത്തുണ്ടായിരുന്നു, ഒരു കുറ്റാരോപണം. ഹനീഫ ആ വാക്ക് കേട്ടപ്പോൾ അയാളുടെ കാൽ പതുക്കെ നിലച്ചു. കണ്ണുകളിലെ വെളിച്ചം ഒരു നിമിഷം മങ്ങിയിരുന്നു. എന്നാൽ അയാളൊന്നും പറഞ്ഞില്ല. അയാൾ വീട് ലക്ഷ്യം വെച്ച് നടന്നു.
വീട്ടിലേക്കുള്ള ഓരോ പടിയും ഭാരമായി. വീട്ടിലെത്തി ശാന്തമായി ഇരുന്നു. റഷീദ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉപ്പ, എന്താണ്? ഹനീഫ ഒരു ദീർഘശ്വാസമെടുത്തു. ആളുകൾ നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ പറയുന്നത് ഞാൻ നുസ്രത്തിനെ എന്റെ വീട്ടിൽ താമസിപ്പിച്ചത് മറ്റു ചില കാര്യങ്ങൾക്കാണ് എന്നാണ്. റഷീദിന്റെ മുഖം ഗൗരവമായി. ഇത് കേട്ടപ്പോൾ നുസ്രത്തിന്റെ ഹൃദയം പെട്ടെന്ന് തകർന്നു. അവൾ പറഞ്ഞു, അവരെല്ലാവരും എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിച്ചിരുന്നത്? ഉപ്പ എന്നെ ഒരു മകളെ പോലെയല്ലേ നോക്കിയത്? ഹനീഫയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് മോളെ. ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ടാകും. പക്ഷേ ആളുകളുടെ സംസാരം അവിടെ നിന്നില്ല. പള്ളിയുടെ കമ്മിറ്റി യോഗത്തിലേക്ക് എത്തി. ഒരു വിധവ ഭർത്താവിന്റെ ഉപ്പ മാത്രമുള്ള വീട്ടിൽ തുടർന്നത് ശരിയായ ഒരു കാര്യമല്ല. ഇതൊക്കെ സമൂഹത്തിന് ഒരു പാഠമല്ലേ? ഒരു പെൺകുട്ടിയുടെ മാനവും ഒരു വീടിന്റെ പേരുമല്ലേ നഷ്ടപ്പെടുന്നത്? അവളെ വേറെ താമസിപ്പിക്കുകയോ അല്ലെങ്കിൽ അവൾ വിവാഹിതയായതല്ലേ? എന്നാൽ പിന്നെ ഈ ബന്ധം എന്തിനാണ് തുടരുന്നത്? ഇത് കേട്ടപ്പോൾ ഹനീഫ എഴുന്നേറ്റു. അയാൾക്ക് ഇനി കേട്ടു നിൽക്കാൻ ആയില്ല. എന്റെ മകൻ മരിച്ചപ്പോൾ ഈ പെൺകുട്ടി തനിച്ചായി. അവൾക്ക് പോകാൻ ഒരു വീടുണ്ടായിരുന്നില്ല. അവൾ എന്റെ മകളായി ജീവിച്ചത് പാപമല്ല. ഇത് മാന്യവും അള്ളാഹുവിന്റെ മുന്നിൽ ശരിയായ കാര്യവുമാണ്. പക്ഷേ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, വാക്കുകൾ കൊണ്ട് എന്തും പറയാം, ആളുകളെ അത് പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഹനീഫ പിന്നീടൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോന്നു. ആ രാത്രി ഹനീഫ നിസ്കരിക്കുമ്പോൾ മുട്ടുകുത്തി കരഞ്ഞു പറഞ്ഞു, അള്ളാഹുവേ, ഞാനും ആ കുട്ടിയും എന്ത് തെറ്റാണ് ചെയ്തത്? നുസ്രത്തിനെ ഞാൻ എന്റെ മകളായിട്ടല്ലേ കണ്ടത്? പക്ഷേ ആളുകൾ അതിനെ അംഗീകരിക്കുന്നില്ല. എന്റെ ശ്വാസം നിലക്കുന്നത് വരെ ഞാൻ അവളെ സംരക്ഷിക്കും. ആ രാത്രി 3 പേരുടെയും ഹൃദയങ്ങൾ ഒരേ വീടിനുള്ളിൽ, ഒരേ മതിലുകളുടെ ഇടയിൽ, പക്ഷേ തികച്ചും വ്യത്യസ്തമായ വേദനകളോടെ ഉറങ്ങാതെ കിടന്നു. റഷീദ് ജനലിന് സമീപം ഇരുന്നു. അവന്റെ മനസ്സിലൂടെ ഓരോ ചിന്തകൾ കടന്നുപോയി. നുസ്രത്ത് മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അവളുടെ കൈകൾ വിറച്ചു. അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, എന്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല നടന്നത്. എന്നെ ഒറ്റക്കാക്കി എന്റെ ഉപ്പയും ഉമ്മയും പോയി. പിന്നീട് നാഷിദിനെ എന്റെ ജീവിതത്തിലേക്ക് അയച്ചു. കുറച്ചു കാലം ഞാൻ സന്തോഷിച്ചു. ഞാൻ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അതും പോയി. എനിക്ക് ജീവിക്കാനുള്ള കരുത്ത് തരണമേ. ഹനീഫക്ക് വീട്ടിലിരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു. പള്ളിയുടെ മൈതാനം ശൂന്യമായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ഓരോ പടിയും ഒച്ചത്തിലായി തോന്നി. അവിടെയിരുന്ന് നാഷിദിനു വേണ്ടി കുറെ അധികം അയാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മകൻ മരിച്ചപ്പോൾ അള്ളാഹുവേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനത് അംഗീകരിച്ചു. പക്ഷേ എന്റെ മകളുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. നീ അവളെ സംരക്ഷിക്കണമേ. അയാൾ അള്ളാഹുവിനോട് നിശബ്ദമായി പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം രാവിലെ ഹനീഫ റഷീദിനോട് പറഞ്ഞു, നമ്മൾക്കറിയാം എന്താണ് സത്യമെന്ന്. പക്ഷേ ആളുകൾ, പ്രത്യേകിച്ച് ഈ ഗ്രാമം, ഒരാളുടെ ഹൃദയത്തെ കാണുന്നില്ല. അവർ കാണുന്നത് ഒരാളുടെ കുറ്റം മാത്രമാണ്. റഷീദ് പറഞ്ഞു, ഞാൻ അതൊന്നും നോക്കുന്നില്ല ഉപ്പ. എനിക്ക് അവളെ സംരക്ഷിച്ചാൽ മതി. ഹനീഫ തലയാട്ടി. അതേ മോനെ, പക്ഷേ സംരക്ഷിക്കുക എന്നത് ചിലപ്പോൾ ഒപ്പം നിർത്തലല്ല, ചിലപ്പോൾ അത് ദൂരത്ത് നിന്ന് താങ്ങലാണ്. നുസ്രത്ത് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഹൃദയം വീണ്ടും തകർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. പക്ഷേ ഇത്തവണ അവൾ ഓടി ഒളിച്ചില്ല. അവൾ പറഞ്ഞു, ഉപ്പ, ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഞാൻ പോകാം. പക്ഷേ സത്യം എന്താണെന്ന് എനിക്കറിയാം. ആളുകൾ പറയുന്നതല്ല സത്യം. റഷീദ് അവളുടെ കൈ പിടിച്ച് പറഞ്ഞു, നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. നിന്റെ സ്നേഹമൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നിന്നെ ഞാൻ സംരക്ഷിക്കും. അതെന്റെ വാക്കാണ് നുസ്രത്തെ. ഇത് കേട്ടപ്പോൾ ഹനീഫ ആശ്വസിച്ചു. കണ്ണുകൾ നിറഞ്ഞു. അള്ളാഹു നിങ്ങൾ 2 പേരെയും സംരക്ഷിക്കട്ടെ. അയാൾ പ്രാർത്ഥിച്ചു. ആ ദിവസം നുസ്രത്തിന്റെയും റഷീദിന്റെയും ജീവിതം മൂന്നാമതൊരു വഴിയിലേക്ക് തിരിഞ്ഞു. പക്ഷെ ഇത്തവണ വിധി ആയിരുന്നില്ല, അവർ തന്നെ തെരഞ്ഞെടുത്ത വഴിയായിരുന്നു അത്.